ആൻസർ കീയാണ്. നമുക്ക് നോക്കാം ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ എ ഒ ബി is equal to 140. ആംഗിൾ എ ഒ ബി is equal to 140. Angle AOB is equal to 140 and angle ADB is equal to 70 degree. Okay, next question. Common difference is equal to 5 and 11th term is equal to 53. Then prime numbers, probability of prime numbers up to 20 ആണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എഴുതി 8 പ്രൈം നമ്പേഴ്സ് ഉള്ളത് 8/20 is equal to 2/5. 8 4 2 പ്രാവശ്യം, 20 4 5 പ്രാവശ്യം. ഓക്കെ, നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 4 എണ്ണാണുള്ളത്. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 4/20 4/20 ഈസ് ഈക്വൽ ടു 1/5. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2r sin θ ഈസ് ഈക്വൽ ടു 4 ആണ്. ദെൻ 2r ഈസ് ഈക്വൽ ടു 5.19 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x² - 6x ഈസ് ഈക്വൽ ടു 187 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് എക്സ് എന്ന് കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 17 or -11 കിട്ടി. സിക്സ്ത് ക്വസ്റ്റ്യൻ, ലൈനിൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് 2 കിട്ടി. ദെൻ ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 2x - 5 + 1. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ, ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉണ്ടാവുന്ന റിമൈൻഡർ എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ്. ദെൻ 6n - 4 ഈസ് ഈക്വൽ ടു 176. ഇതിലൊരു ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് n ഈസ് ഈക്വൽ ടു 30 കിട്ടിയതുകൊണ്ട് ഇറ്റ് ഈസ് എ ടേം എന്ന് എഴുതാം. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, പി ബി ഈസ് ഈക്വൽ ടു 5. പിന്നെ പി ഡി ഈസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ചെയ്യാം. ദെൻ പി ഡി ഈസ് ഈക്വൽ ടു 4 കിട്ടി. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ, എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 3 യൂണിറ്റ് ആണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, എക്സ് ആക്സിസ് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. റേഡിയസ് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് x - 4 ഹോൾ സ്ക്വയർ + 0 - 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5² എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് x ഈസ് ഈക്വൽ ടു 8 കിട്ടും. അപ്പോൾ x 8ഉം y 0ഉം 8 0. ദെൻ 10th ക്വസ്റ്റ്യൻ ചിത്രം വരയ്ക്കാനാണ്. 11th ക്വസ്റ്റ്യൻ, 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സം ഈസ് ഈക്വൽ ടു 210. 5 മുതൽ 5, 10, 15, 100 വരെ ആകുമ്പോൾ സം ഈസ് ഈക്വൽ ടു 1050. ദെൻ 8, 13, 18 സമ്മ് 110. ദെൻ 4 + 9 + 14 അതിൻ്റെ സമ്മ് 1030. അടുത്തത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് അപ്പോൾ x + y ആൻഡ് ഡയഗണൽ ഈസ് ഈക്വൽ ടു x + 10. ദെൻ അതിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ x² + x + y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x + 10 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു നമുക്ക് 15 or -5 കിട്ടി. എക്സ് ഒരു ലെങ്ത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതുകൊണ്ട് x ഈസ് ഈക്വൽ ടു 15. ദെൻ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്താണ്. ബ്രെഡ്ത്ത് 15, ലെങ്ത്ത് x + y 20. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻ്റ് ഈസ് ഈക്വൽ ടു x1 + x2/2 y1 + y2/2 ചെയ്തപ്പോൾ നമുക്ക് 11/2 കിട്ടി, 9/2 കിട്ടി. ദെൻ പിയുടെ കോർഡിനേറ്റ്സ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് P5,4 കിട്ടി. ദെൻ 14th ക്വസ്റ്റ്യൻ, ഒരു ചിത്രം വരയ്ക്കാനാണ്. ഈക്വൽ ഏരിയയുള്ള റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള സ്ക്വയറാണ് വരച്ചിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ, എ ഡി ഈസ് ഈക്വൽ ടു 6.16. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 30.8 cm². 16th ക്വസ്റ്റ്യൻ, എ ബി ഈസ് ഈക്വൽ ടു, എ ബിയുടെ ലെങ്ത് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എ ബി ഈസ് ഈക്വൽ ടു 4. എ ബി ഈസ് ഈക്വൽ ടു 4 കിട്ടി. മിഡ് പോയിൻ്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 3,3. ദെൻ മിഡ് പോയിൻ്റ് ഓഫ് എ ബി. ദെൻ സി സിയുടെ കോർഡിനേറ്റ്സ് 3,3 + 2√3. 17th ക്വസ്റ്റ്യൻ, R1 is to R2 is equal to 3 is to 2. V1 is to V2 is equal to 27 is to 8. Then V2 is equal to 32 cm³. 18th question, probability of red is equal to 2/3 തന്നിട്ടുണ്ട്. ടോട്ടൽ ബീഡ്സ് എന്താണ്, ബീഡ്സ് ആണോ എന്താണെന്ന് ഓർമ്മയില്ല. 2x is equal to 48, x is equal to total is equal to 24 ആണ്. ദെൻ ബ്ലൂ ബീഡ്സ് 8 ആണ്.
റെഡ് 12 ആണ്. പ്രോബബിലിറ്റി ഓഫ് റെഡ് വീണ്ടും ഇത് 4 കളഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ 12/24 - 4 ചെയ്യണം. = 12/20 = 3/5. ഓക്കെ, ഇനി 19th ക്വസ്റ്റ്യൻ ആംഗിൾസ് ആണ്. ആംഗിൾ PBA = 65, AOB = 130, ആംഗിൾ P = 50 degree, ആംഗിൾ ACB = 65 degree. P of x = x² - 7x + 12 തന്നിട്ട് P of 3 = 0 കിട്ടി. P of x - P of 3 എന്ന് പറയുമ്പോൾ അപ്പോൾ അതേ പോളിനോമിയൽ തന്നെ x² - 7x + 12 തന്നെ. അതിൻ്റെ P of x = x - 4 × x - 3 എന്ന് അതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടി. ദെൻ അതിൻ്റെ സൊല്യൂഷൻ x = 4 ആൻഡ് x = 3. അടുത്തത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. L = √h² + a/2² = 10 meter. LSI = 240 m² ആണ്. പിന്നെ അതിൻ്റെ ടെൻ്റാണിത്. അതിൻ്റെ കോസ്റ്റ് പെർ മീറ്റർ സ്ക്വയർ 340 ആണ്. ദെൻ ടോട്ടൽ കോസ്റ്റ് = 81,600 rupees. അടുത്ത 6th term 27, 16th term 67. ദെൻ D = 40 / 10 = 4. Then first term = 7. Algebra = 4n + 3. Sum of 31 terms = 2077. അടുത്തത് 23rd question. Coordinates of A = 2, 2√3. B 0, 0 radius കണ്ടുപിടിക്കാനാണ്. B radius കണ്ടുപിടിക്കുക. Radius = 4. Then equation of the circle is equal to x - 0² + y - 0² = 4². Then x² + y² - 16 = 0 is the equation of the circle. Then D equals D. C the coordinates -2, -2√3. 24th question. Volume of the cone is equal to 1/3 pi r² h is equal to 864 pi cm3. Volume of one sphere is equal to 36 pi. Number of spheres is equal to 864 pi divided by 36 pi is equal to 24. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. N is equal to n + 1/2 is equal to 25. Then median position is the 25th position. Then B question. 20th position median 505. Then median value is equal to 555. 26th question ചിത്രം വരയ്ക്കാനാണ്. 27th question. AB = 15, PB = 3. PA × PB = PC × PD. Then PC = 4.5 cm. CD = PC + PD = 4.5 + 8 = 12.5 cm. PC × PD = PM × PN ആണ്. ദെൻ PM ഉം PN ഉം ഈക്വൽ ആയതുകൊണ്ട് അവിടെ നമ്മൾ x ഇട്ടു. x = അപ്പോൾ നമുക്ക് 6 കിട്ടി. അപ്പോൾ PMN = 6 + 6 = 12 cm. 28th question ട്രിഗ്നോമെട്രി ആണ്. ആദ്യം നമ്മൾ tan 70 ചെയ്തു. tan 70 ചെയ്തപ്പോൾ നമുക്ക് AC = 2.7x കിട്ടി. ദെൻ tan 35 എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ACക്ക് നമുക്ക് 17.50 + 0.70x കിട്ടി. ദെൻ രണ്ട് ഇക്വേഷനും കൂടെ ഇക്വലൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് x = നമുക്ക് 8.75 meter കിട്ടി. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ബോയ് അറ്റ് ആൻ എലിവേഷൻ 70 degrees = 8.75 meter. ആൻഡ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് = 2.7x. AC ആണ്, അത് 2.7x ആണ്. = 23.625 meter. Then 29th question. sin x × cosec x = sin x × 1/sin x = 1. cosec 60 = 2/√3. sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ cosec 60 പറഞ്ഞാൽ 2/√3 ആണ്. cot 45 = 1. sec 60 - cosec 30 = 2 - 2 = 0. ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ, താങ്ക് യു.